എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നാം പോകുന്നിടത്തെല്ലാം നമുക്ക് ജയമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. ഇതറിയാത്ത പല പ്രിയപ്പെട്ടവരും, ഇതറിയാം എല്ലാവർക്കും, കർത്താവ് കൂടെയുണ്ടെന്നുള്ളത് അറിയെങ്കിലും ഇത് വിശ്വാസത്തിൽ കൊണ്ടുവരാത്തവരുണ്ട്. ബൈബിളിലെ കാര്യങ്ങൾ അറിവായിട്ട് കാര്യമില്ല, ഇത് വിശ്വാസമായി മാറും. ഇത് വിശ്വാസമാക്കാത്ത പലരും കർത്താവിന് ഹൃദയം കൊടുക്കില്ല, എന്നാൽ ബാക്കി എല്ലാവർക്കും ഹൃദയം കൊടുക്കും. കർത്താവിനൊഴിച്ച് ആർക്ക് ഹൃദയം കൊടുത്താലും ആ ഹൃദയം കൊടുത്ത ആ ആത്മാർത്ഥതയ്ക്കൊത്തവണ്ണം തിരിച്ച് കിട്ടണമെന്നില്ല. ഒരു പക്ഷേ കിട്ടിയാൽ അതൊരത്ഭുതം തന്നെയാണ്. വലിയ പാടാണ്. നാം മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയം കൊടുക്കുന്നത് പോലെ, നമ്മളവരെ വിശ്വസിച്ചും സ്നേഹിച്ചും കരുതുന്നത് പോലെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ആരെ സഹായിക്കാൻ പോകരുത്. എല്ലാവരെയും നമുക്ക് സഹായിക്കാം, എന്നിട്ട് യേശുവിനെ പോലെ മനുഷ്യനെ ആരെയും വിശ്വസിച്ചില്ല, മനുഷ്യരിൽ നിന്ന് കർത്താവ് ഒന്നും പ്രതീക്ഷിച്ചില്ല, എല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവർക്ക് ചെയ്തേക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മൾ അവർക്ക് ചെയ്യുന്നതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഒന്നുകൂടി പറഞ്ഞാൽ ബൈബിളിനെ ഒറ്റ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്നേഹം, കരുതൽ, എല്ലാം. അത് നമ്മൾ അവർക്ക് ചെയ്താൽ മതിയെന്ന്. അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വലിയ പ്രതീക്ഷ വെക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്തിട്ട് ഇത്രയും ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ അങ്ങോട്ട് സന്തോഷിക്കുക. ഇങ്ങോട്ട് പ്രതീക്ഷ വെക്കുമ്പോഴാണ് പലപ്പോഴും നാം തകർന്നു പോകുന്നത്. മക്കളെ വളർത്തുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ്. അങ്ങനെ വളർത്തണ്ട. മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. വലിയ പ്രതീക്ഷകൾ വെക്കണ്ട. പ്രതീക്ഷ എപ്പോഴും കർത്താവിലായിരിക്കണം. എന്നെ കർത്താവ് നടത്തും. എൻ്റെ കൂടെ കർത്താവ് ഉള്ളത് കൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. മക്കളിൽ പ്രതീക്ഷ വെച്ച പലരും അത് തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ അവർ തകർന്നു പോയി. മകൻ നല്ലതാണ്, എന്നാൽ കയറി വന്ന പെണ്ണിന് ഈ അപ്പനോട് അമ്മയോട് താല്പര്യമില്ല. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഫോൺ പോലും കട്ട് ചെയ്തു. അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടു. എന്ത് വലിയ തകർച്ചകളാണ്. എന്നാൽ ആരിലും പ്രതീക്ഷ വെക്കാതിരുന്നാലോ? മനുഷ്യരിൽ പ്രതീക്ഷ വെക്കരുത്. യേശു മനുഷ്യരിൽ ഉള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണ്. മനുഷ്യനിലുള്ളത് സ്വതവേ അറിയാത്തതാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. മനുഷ്യനിലുള്ളതെല്ലാം അറിയണം. ഹൃദയം എല്ലായ്പ്പോഴും കപടമുള്ളതും വിഷമുള്ളതുമെന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ ഹൃദയം കപടമുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പലരും നല്ലവരായിരിക്കാം, എന്നാൽ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ അവരുടെ സ്വഭാവം മാറാം. ഇന്ന് നമ്മൾ നല്ലവരായി കാണുന്ന പലരും അവർ നല്ലവർ തന്നെയാണ്, എന്നാൽ ചില സാഹചര്യങ്ങൾ അവരെ മാറ്റും. ചില സാഹചര്യങ്ങൾ അവരെ കഠിനപ്പെടുത്തും. ചില സാഹചര്യങ്ങൾ അവരെ മൃദുലമാക്കും. മൃദുലമാക്കുന്ന സാഹചര്യങ്ങളുണ്ട്, കഠിനപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കുണ്ടാകും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എല്ലാ കഠിനമായ സാഹചര്യങ്ങളും എല്ലാ നല്ല സാഹചര്യങ്ങളും നമ്മളെ കൂടുതൽ മൃദുലമാക്കുകയേ ഉള്ളൂ. എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യുന്ന, എപ്പോഴും കർത്താവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ഒരു നദനയേലിൻ്റെ ഹൃദയം പോലെ കപടമില്ലാത്തൊരു ഹൃദയമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കർത്താവ് കൃപ തരും. ഞാനത് വിശ്വസിക്കുന്നു.
അതിനുവേണ്ടിയാണ് കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അതെന്താണ്? അതാണ് രക്ഷിക്കപ്പെടുക. എത്ര കഠിന ഹൃദയവും മാറി ഏറ്റവും നിഷ്കളങ്കമായ ഒരു വ്യക്തിത്വത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മെ വഴി നടത്തും. അതിനുള്ള ബലം, കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കും, ഉറപ്പാണ്. കർത്താവിൽ ആശ്രയിച്ചാൽ മതി. ഇതിനാണ് കർത്താവ് കൂടെയുണ്ടെന്ന് പറഞ്ഞു. കൂടെയുണ്ടെന്ന് പറയുന്നത് എന്തിനാണ്? ലോകാവസാനത്തെ എല്ലാ നാളും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കൈപിടിച്ച് റോഡിനപ്പുറത്താക്കാൻ മാത്രമാണ്, അടഞ്ഞ വാതിൽ തുറക്കാൻ മാത്രമാണ്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മെ കർത്താവിനെ പോലെ ആക്കാനാണ് കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. റോമലേഖനം 9-ാം അധ്യായം ഏകദേശം തീർന്നെന്ന് പറയാം. ഇന്ന് 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ 2 ദിനങ്ങളാണ് ഇന്നും നാളെയും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. വലിയ അത്ഭുതങ്ങളെ നമുക്ക് കർത്താവിൽ നിന്ന് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2 ദിവസത്തെ ഏകദേശം ഈ 50ഓളം മണിക്കൂറിൽ നിന്ന് വലിയ അത്ഭുതങ്ങളെ പിടിച്ച് പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്നു തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. സഹോദരന്മാരെ എന്ന് വിളിച്ചത് റോമ സഭയിലെ വിശ്വാസികളെയാണ്. അവർ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത് യഹൂദന്മാരെ കുറിച്ചാണ്. അവൻ്റെ പിതൃ പാരമ്പര്യത്തെ അവർ രക്ഷിക്കപ്പെടണമെന്നുള്ള വലിയ ദാഹം എൻ്റെ ഹൃദയവാഞ്ചയാണ്, അവർക്ക് വേണ്ടിയുള്ള യാചനയാണ്. 2 കാര്യം നമ്മുടെ ബന്ധുക്കൾ രക്ഷിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒന്ന്, വലിയൊരു ആഗ്രഹം വേണം. ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കേൾക്കുമ്പോഴേ അറിയാം അവരൊരിക്കലും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ലെന്ന്. കാരണം നമുക്ക് ഒരു ഹൃദയവാഞ്ചയില്ല. ഒരു ഹൃദയവാഞ്ചയോടെ എൻ്റെ കുടുംബക്കാർ രക്ഷിക്കപ്പെടണം, എൻ്റെ കുടുംബം മുഴുവനും വിശ്വാസത്തിൽ വരണം. അതൊരു ഭയങ്കര ഹൃദയവാഞ്ച എന്ന ആ അനുഭവത്തിൽ പൗലോസിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് എവിടെ ചെന്നാലും ആദ്യം യഹൂദന് പിന്നെ യവനന് എന്ന നിലയിലായിരുന്നു പൗലോസ് സുവിശേഷം അറിയിച്ചത്. എവിടെ പോയാലും അവൻ്റെ ഫാമിലിയെ, അവൻ്റെ രക്തബന്ധങ്ങളെ, വാഗ്ദത്ത സന്തതികളെ പൗലോസ് മറക്കില്ല. ഇതുപോലെ നമ്മളെവിടെ ഏതെല്ലാം സ്ഥലത്ത് പോയി സുവിശേഷം അറിയിച്ചാലും നമ്മുടെ രക്തബന്ധങ്ങൾ, നമ്മൾ കളിച്ചു വളർന്ന, നമ്മുടെ കൂടെ പഠിച്ചു വളർന്ന നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, സമൂഹം, ഈ സമൂഹത്തെ നമ്മൾ മറന്നു കളയരുത്. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ ഹൃദയവാഞ്ചയും വേണം. ഹൃദയവാഞ്ചയുള്ളവൻ്റെ പ്രാർത്ഥന അത് കണ്ണുനീരോടുകൂടിയതായിരിക്കും. അതുകൊണ്ട് അങ്ങനൊരു പ്രാർത്ഥന നമുക്ക് വേണം. അവരെക്കുറിച്ച് പൗലോസ് പറഞ്ഞതെന്താണ്? അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ്. അവര് നീതിയെ പിന്തുടർന്നവരാണ്, നീതി പ്രാപിച്ചില്ല. നീതിയുടെ പ്രമാണമാണ് അവർ പിന്തുടർന്നത്. ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അവരൊരു പ്രമാണം ആചരിച്ച് കർമ്മങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി പരാജയപ്പെട്ടു. അവർ വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചു. 33, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു. ഇത് 9:33 അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ചിലർക്കിതൊരു തടങ്ങൽപ്പാറയാണ്, ഇടർച്ചക്കല്ലാണ്. കൂടുതൽ പേരും കർത്താവിൻ്റെ വചനത്തിൽ തട്ടിത്തെറിച്ചു വീണു. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, അന്നത്തെ പരീശന്മാർ, അന്നത്തെ സദൂക്യർ, മതനേതാക്കന്മാരാണ്. അവരെല്ലാം ദേവാലയത്തെ അശുദ്ധമാക്കി, വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കൊണ്ട് ദേവാലയം നിറച്ചു. ആത്മീക കാര്യങ്ങൾ ബിസിനസ്സാക്കി അവർ മാറ്റി. ആത്മീകത്തെ ബിസിനസ്സാക്കിയാൽ വലിയ വരുമാനമാണ്, ഒത്തിരി പൈസ ഉണ്ടാക്കാം. അതാണ് അന്ന് അവർ ചെയ്തത്. കാരണം പല നാട്ടിൽ നിന്ന് വരുന്ന
ആൾക്കാർ ആടുകളുമായിട്ട് വരും. ആടുകളുമായി വന്നു കഴിയുമ്പോൾ, ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ പുരോഹിതൻ നോക്കിയിട്ട് പറയും, ഇത് ഊനം ഉള്ള ആടാണ്, അതുകൊണ്ട് ഇതിനെ പറ്റില്ല. പിന്നെ അതുമായിട്ട് പോകണം, വേറെ ആടുമായിട്ട് വരണം. അപ്പോൾ ഈ പുരോഹിതന്മാരൊരു ഐഡിയ എടുത്തു, നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ആട് വളർത്തൽ ആരംഭിക്കാം. ഊനമില്ലാത്ത ആടുകളെ വളർത്തുവാൻ ബേത്ലഹേമിൽ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ കയ്യിൽ കൊടുത്തു. ആട്ടിടയന്മാർക്ക് കുഞ്ഞുങ്ങളെ, നല്ല ഇനം കുഞ്ഞുങ്ങളെ കൊടുക്കും. ആട്ടിടയന്മാർ അവരെ തീറ്റി പോറ്റി വളർത്തും. വലുതായി കഴിയുമ്പോൾ ഈ ആട്ടിടയന്മാർക്കൊരു തുക കൊടുക്കും. അതിൻ്റെ ഒരു 50 മടങ്ങെങ്കിലും ദേവാലയത്തിൽ വരുന്നവരോട് പുരോഹിതന്മാർ വാങ്ങും. കാരണം ദേവാലയത്തിൽ വരുന്നവർ ഈ ആടിനെ നടത്തിക്കൊണ്ട് വന്നാൽ സമയത്തെത്താൻ കഴിയില്ല. ആടുമായിട്ട് ഒരാൾ ഗലീലയിൽ നിന്ന് യെരുശലേം വരെ വരികയാണെങ്കിൽ നാളുകളെടുക്കും. 2, 3, 4 ദിവസം എടുക്കും. ആടില്ലാതെ വന്നാൽ 2 ദിവസമെങ്കിൽ ആടിൻ്റെ കൂടെ വന്നാൽ 4 ദിവസം എടുക്കും. ഇതിനെ ഓടിക്കാൻ പറ്റില്ല, പതുക്കെ കൊണ്ടുവരണം, തീറ്റ കൊടുക്കണം, വിശ്രമിപ്പിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ. അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെടണ്ട, നിങ്ങൾക്ക് ദിവസങ്ങൾ ലാഭിക്കാം, ഞങ്ങൾക്ക് ഇത്ര തുക തന്നാൽ മതി. അപ്പോൾ പല നാട്ടിലുള്ളവർ കയ്യും വീശി വരാൻ തുടങ്ങി. പല ഗോത്രക്കാർ കയ്യും വീശി വന്നു. എന്നിട്ട് ദേവാലയത്തിൽ നിന്ന് ആടുകളെ വാങ്ങാൻ തുടങ്ങി. അതാണ് ആട്, മാട്, പ്രാവ് എന്നിവയെ വിൽക്കുന്ന കച്ചവട കേന്ദ്രമാക്കി ദേവാലയം നിറഞ്ഞത്. യേശു അതാണ് തട്ടി തൂകി കളഞ്ഞത്. യേശു ആ മേശകളാണ് മറിച്ചിട്ടത്. ദേവാലയത്തിൽ എന്താ ബിസിനസ്? ഊനമില്ലാത്ത യാഗമൃഗങ്ങളെ, ഇനി കാശില്ലാത്തവർക്ക് പ്രാവിനെ കൊടുക്കും. അങ്ങനെ ബിസിനസ് ഇവരുടെ പണക്കൊഴുപ്പിലേക്ക് ഇവരെ നയിച്ചു. അഹങ്കാരികളായി ഇവർ മാറി. ആ കാലത്താണ് യേശു ജീവിച്ചിരുന്നത്. യേശു ദേവാലയത്തിൽ ചെന്ന് അതാണ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞത്. സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായി തുടങ്ങിയ പല പ്രാർത്ഥനാലയങ്ങളും ഇന്ന് കച്ചവട കേന്ദ്രമായി മാറിയത് അന്നും ഇന്നും ഒരേ സിസ്റ്റത്തിലാണ്. തുടക്കം നല്ലതാണ്. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. അങ്ങനെ ഈ ദേവാലയത്തിൽ ഇപ്പോൾ വരുമാനം വലിയതായതുകൊണ്ട് അവർക്കിപ്പോൾ നിയമങ്ങളെക്കാൾ കർത്താവിൽ ആശ്രയിക്കണമെന്നുള്ളതിനേക്കാൾ അവർക്ക് പണമായി മാറി. അതുകൊണ്ട് യേശു ബേത്ലഹേമിൽ ജനിച്ചിട്ടും പുരോഹിതന്മാർക്ക് അറിയാമായിരുന്നിട്ടും അവർ പോയി കണ്ടില്ല. യേശുവിനെ അവർ കർത്താവായി അംഗീകരിച്ചില്ല. അംഗീകരിച്ചാൽ യേശു ഈ ദേവാലയത്തിലെ ആടുകളെ എല്ലാം പുറത്താക്കുന്നവനാണ്. അത് യേശു ഇവരുടെ സാമ്പത്തിക സംവിധാനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് യേശു പറയുന്നത് സത്യമാണെന്ന് അറിയവർക്ക്, എന്നിട്ടും അവർ എതിർത്തതാണ്. അതാണ് യഹൂദന്മാർ. ഈ യഹൂദന്മാർക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ അവരുടെ ഹൃദയം മാറണം. അതിനുവേണ്ടി പൗലോസ് അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകും. പണക്കൊഴുപ്പും ജീവിത സൗകര്യ ചുറ്റുപാടുകളും രക്ഷിക്കപ്പെടാൻ നമ്മളെ കൂടുതൽ തടസ്സപ്പെടുത്തും. എന്നാൽ രോഗങ്ങൾ, വൈദ്യശാസ്ത്രം കൈവിട്ടത്, സാമ്പത്തിക പ്രതിസന്ധി, അടിക്കടി വരുന്ന പ്രതികൂലങ്ങൾ, ഇനി ആശ്രയിക്കാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ ദൈവത്തിലോട്ട് അടുക്കാൻ ഒരു സാധ്യത കിടപ്പുണ്ട്. എന്നാൽ യെരുശലേമിലെ യഹൂദന്മാർ അതിസമ്പന്നരായതുകൊണ്ട്, അവർക്കൊന്നിനും കുറവില്ലാത്തത് കൊണ്ട് അവർക്ക് അഹങ്കാരത്തിനും കുറവില്ലായിരുന്നു. രക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിൽ നിന്ന് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദി പറയണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ കൂടുതൽ ദൈവത്തെ അറിയുവാൻ, കർത്താവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ എന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിനെ ശരിക്കും അറിഞ്ഞ ശേഷം സാമ്പത്തികം വന്നാൽ കുഴപ്പമില്ല. എന്നാൽ സാമ്പത്തികത്തിൻ്റെ കൊടിമുടിയിൽ നിൽക്കുമ്പോൾ കർത്താവിനെ അറിയുക എന്നുള്ളത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എൻ്റെ കാര്യം അതാണ്. അപ്പോൾ ധനവാൻ ആകാൻ പണിപ്പെടരുത്.
എന്നാൽ ദൈവം സമ്പന്നരാക്കും. ധനവാൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് ആകുന്നതാണ്. സമ്പന്നത എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. ധനവാൻ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാതെ, ദൈവവേലക്കും കൊടുക്കാതെ എല്ലാം സ്വന്തമായിട്ട് സ്വരുക്കൂട്ടി വെക്കുന്നവൻ ധനവാൻ. സമ്പന്നൻ എന്ന് പറയുന്നത് വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. സദൃശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. കൊടുത്താലും വർദ്ധിക്കുന്നതാണ് സമ്പന്നൻ, കൊടുത്താൽ തീർന്നു പോകുന്നത് ധനവാൻ. അപ്പോൾ ഇവർ ധനവാന്മാരായിരുന്നു. എന്നാൽ ജോസഫും നിക്കോദിമോസും സമ്പന്നരായിരുന്നു. അതുകൊണ്ട് അവർക്ക് കർത്താവിനോട് അടുക്കാൻ ഒരു ചാൻസ് ഉണ്ടായി. കൊർന്നേലിയോസ് സമ്പന്നനായിരുന്നു. ലേവി, മത്തായി സമ്പന്നനായിരുന്നു. ലൂക്കോസ്, ഇവരെല്ലാം സമ്പന്നരായിരുന്നു. അപ്പൊ സമ്പന്നർക്ക് കർത്താവിനോട് അടുക്കാൻ കുഴപ്പമില്ല. ധനവാൻ അവൻ അപകടകാരിയാണ്. എങ്ങനെയും അവൻ പൈസ ഉണ്ടാക്കും, ആർക്കും ഒന്നും കൊടുക്കില്ല, അങ്ങനെ അവൻ ജീവിക്കും. അതാണ് മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഉണ്ടാക്കിയത് ആർക്കാണ്? എന്നാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാം സമ്പന്നരായിരുന്നു. ദൈവം അവരുടെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നുമില്ല. അപ്പോൾ പണത്തെക്കുറിച്ച് നമ്മുടെ ശരിയായ മനോഭാവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെല്ലാം ഉണ്ടായാലും കർത്താവിനെ അറിയുവാൻ, കർത്താവിലോട്ട് അടുക്കുവാൻ എന്ത് തടസ്സമാണോ അത് ദൈവീകമല്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്നവർ പണക്കാരായി തീരാതെ, എത്ര കർത്താവിന് വേണ്ടി കൊടുത്താലും സാധുക്കൾക്ക് കൊടുത്താലും ചോർന്നു പോകാത്ത, അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരു അളവിലേക്ക് വരുന്ന സമ്പന്നരായി ഇവർ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, ദാവീദിനെ പോലെ ഇവർ കർത്താവിന് വേണ്ടി സമ്പന്നരാകട്ടെ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ധനവാന്മാരായി മാറാതെ കർത്താവിൻ്റെ രാജ്യത്തിലെ സമ്പന്നർ എന്ന പദവിയിലേക്ക് ഇവർ കുതിച്ചുയരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കും. സാമ്പത്തിക മേഖലകൾ ഇവരെ ഒരിക്കലും കർത്താവിൽ നിന്ന് അകറ്റരുത്. ദൈവരാജ്യത്തിൽ വന്നിട്ട് ദൈവസഭയ്ക്ക് ഗുണമില്ലാതെ ജീവിക്കുന്നവർ ഇത് കേട്ട് മനസാന്തരപ്പെടാനും കർത്താവിടയാക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ മാസം തീരുകയല്ലേ, നല്ല തീരുമാനങ്ങൾ എടുക്കണം. കർത്താവ് എനിക്ക് തന്ന നന്മകളിൽ നിന്ന് ഞാൻ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലവാക്കും. അല്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമുക്ക് എന്തെല്ലാം തന്നാലും ദൈവരാജ്യത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കർത്താവ് കൃപ തരട്ടെ. കർത്താവ് നിങ്ങളുടെ സമ്പന്നതയെ വർദ്ധിപ്പിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനയാണല്ലോ, രാവിലെ 10:30 എല്ലാവരും തന്നെ കടന്നു വരിക. പ്രത്യേകിച്ച് കാനഡയിലെ എൻ്റെ മീറ്റിംഗ് ഈ ആഴ്ചയും കൂടി ഉണ്ടല്ലോ. നിങ്ങളെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. I sing praises to your name.